മുട്ട് മടങ്ങാൻ പറ്റുമ്പോഴൊക്കെ എന്ത് ചെയ്യട്ടെ, മടങ്ങട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് മുട്ട് മടക്കി പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുന്ന സമയത്തൊന്നും മുടി. ഇവിടെ അതിനുള്ള എപ്പോഴും കസേരകൾ കുറച്ചായിരുന്നു, പിന്നെയും പറയുന്ന ആൾക്കാർ കസേര എടുത്തിടുന്നുണ്ട്. ആരെയും ഞാൻ പിടിച്ച് മുട്ട് മടക്കിക്കുന്നില്ല, ഇത് മനസ്സോടുകൂടി നടക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളും മുട്ട് മടക്കാൻ പറ്റുന്നവരുടെ എല്ലാ മുട്ടുകൾ മടകട്ടെ. ഇവിടെ എന്തോ നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ച വരുവീൻ, ആരാധനയ്ക്ക് വിളിക്കുക, കം ഫോർ വർഷിപ്പ്, വരുവീൻ. പരിശുദ്ധാത്മാവിൽ സങ്കീർത്തനക്കാരൻ പറയുക എന്തുവാ ആരാധനയുടെ പ്രധാന കാര്യം എങ്ങനെയാ? Let us kneel before the Lord our Creator എന്ന് എഴുതിയിരിക്കുന്നത്. സൃഷ്ടിച്ച ദൈവത്തിന് മുമ്പിൽ, സകലവും നിയന്ത്രിക്കുന്ന ദൈവത്തിന് മുമ്പിൽ നമ്മളൊന്ന് മുട്ട് മടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉൾബോധം വരും, നമുക്കൊരു സുബോധം വരും. ദൈവം എത്ര വലിയവനാ, ഞാൻ ആ ദൈവത്തിന് മുമ്പിൽ എത്ര പുഴു പോലെ, എത്ര നിസ്സാരന, ഞാൻ ഒന്നുമില്ല ദൈവത്തിൽ. നമ്മൾ മുട്ട് മടക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എന്തിനാ നീ ഈ നെടുമ്പാട് ദാവീദ് വീണത്? ക്ഷമ ചോദിക്കുവാനും പാപത്തിൽ വീണപ്പോഴും ഒക്കെ കരയുവാനും ഒക്കെ നെടുമ്പാട്. ഇതൊരു വെറും ഒന്ന് കാണിക്കാനൊന്നുമല്ല, കർത്താവിനെ സോപ്പിട്ടൊന്നും മയക്കാൻ പറ്റത്തില്ല. താഴ്ത്തുമായിരുന്നു താൻ ദൈവത്തിന് മുമ്പിൽ. അപ്പം നമ്മളെ തന്നെ ഒരു താഴ്ത്തുന്ന ഒരവസ്ഥയാണ്. ഇവിടെ മുട്ടുമടക്കി ഈ ദേശത്തെ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ കൃപയും നിങ്ങൾക്ക് ഈ ബലവും നിങ്ങൾക്ക് ഈ ജയവും തരുവാൻ 14-15 വാക്യത്തിൽ വായിച്ചില്ലേ, ഞാൻ എൻ്റെ കർത്താവിന് മുമ്പിൽ വലിയവനായ ദൈവത്തിന് മുമ്പിൽ എന്ത് ചെയ്യുന്നു? മുട്ട്. ദൈവത്തിന് മാത്രമേ നിങ്ങൾക്ക് ബലം തരാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഓരോ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെയൊക്കെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും കുഞ്ഞുങ്ങൾ ഇതുവരെയും എന്ത് വന്നിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഇല്ലേ? പലരുടെയും സ്പൗസ്, ഭാര്യ, ഭർത്താവ് ഇതുവരെയും രക്ഷിക്കപ്പെടാത്തവരുണ്ട്. നമുക്ക് പറ്റത്തില്ല ദൈവമക്കളെ അവരെ മാനസാന്തരപ്പെടുത്താൻ. നമ്മുടെ വാക്ക് പക്ഷെ പറ്റുന്ന ഒരാളുണ്ട്, സർവശക്തനുണ്ട്. മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് കേൾക്കും. നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിനല്ല ഞാൻ പറയുന്ന, ഭൗമിക കാര്യത്തിനല്ല. മുട്ടുമടക്കേണ്ടത് എന്തിനാ? ഇവിടെ പൗലോസ് എന്തിന് മുട്ടുമടക്കിയെന്നാ പറഞ്ഞ? അവരെല്ലാം അങ്ങ് റിച്ചാകാനല്ല, റിച്ചാകാൻ തന്നെ, പക്ഷെ കൃപയിലും ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനത്തിലും റിച്ചാകാൻ.